കസേരയിൽ നിന്നും ഹൃദയത്തിലേക്ക് കയറിയ മഹത് വ്യക്തികൾ. ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പദവിയോ കസേരയോ ആണോ? ഡോക്ടർ ജോർജ് ഓണക്കൂറിന് പറയുവാനുള്ളത് കേൾക്കുക. നമ്മുടെ പല നേതാക്കളും ഓണക്കൂർ സാറിൻ്റെ ഈ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ചില മഹത്തുക്കളുടെ ജീവിത മുഹൂർത്തങ്ങൾ അത് കാണാനോ അല്ലെങ്കിൽ അറിയാനോ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് ജീവിതത്തിൽ പകർത്തേണ്ട ചില സദ്ഗുണങ്ങൾ ആയിട്ടാണ് അല്ലെങ്കിൽ ജീവിത സ്വഭാവം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിനയം ഒരു മഹാനെ അല്ലെങ്കിൽ ഒരു മാന്യ വ്യക്തിയെ എങ്ങനെ മഹാനാക്കി മാറ്റും, മേക്ക് ഹിം ഗ്രേറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. ഒരു സായാഹ്നം നമ്മുടെ കനകക്കുന്ന് പാലസിൻ്റെ സമീപത്തുള്ള സൂര്യകാന്തി ഓഡിറ്റോറിയം, ഓപ്പൺ എയർ തിയേറ്റർ, അവിടെ ഒരു സായാഹ്നത്തിൽ ഇന്ത്യയുടെ മഹാനായ ഒരു വ്യക്തിയെ ദർശിക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കാനുള്ള ഒരു സന്ദർഭം. നിറഞ്ഞ് കവിഞ്ഞ ഓഡിറ്റോറിയം, അതിൻ്റെ മുന്നിൽ ഒരിടം ഭാഗ്യത്തിന് എനിക്കും ലഭിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അതിഥി വരാൻ വേണ്ടി വേദി ഒരുങ്ങിയിരിക്കുന്നു. പല മാന്യ വ്യക്തികളെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ. ധാരാളം കസേരകൾ, 3 എനിക്ക് തോന്നുന്നത് നിരയായിട്ട് സാധാരണ കസേരകൾ ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു സിംഹാസന തുല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ തരത്തിലുള്ള സർവാഡംബര ഭൂഷിതമായ ഒരു കസേര, ഒരു ഇരിപ്പിടം സജ്ജമാക്കിയിരിക്കുന്നു. അത് വിശിഷ്ട അതിഥിക്ക് വേണ്ടിയാണ്, സംശയമൊന്നുമില്ല. അതിഥി വന്ന സമയത്ത് ദേശീയ ഗാനം ആലപിച്ചു. കാരണം രാഷ്ട്രപതി ആണ് വരുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് ദേശീയ ഗാനം ആലപിച്ചു. അതിനുശേഷം സംഘാടക പ്രമാണി അദ്ദേഹത്തെ ഈ വിശിഷ്ട ആസനത്തിലേക്ക് ഇരുത്തുന്നതിന് വഴി കാണിച്ചു, കൈ നീട്ടി കാണിച്ചു കൊടുത്തു. അദ്ദേഹം, ഈ അതിഥി രാഷ്ട്രപതി, ഈ സ്വീകരണ സംഘ നേതാവിനെ അവഗണിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കാതെ അവിടെ നിന്ന് വഴാറി ഒരു സാധാരണ കസേരയിൽ പോയിരുന്നത് എൻ്റെ മനസ്സിൽ മുദ്രിതമായിട്ടുണ്ട്. പല ആളുകൾക്കും ആ ഓർമ്മകൾ ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ അത് ഓർത്തെടുക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിശിഷ്ടനായ അതിഥി ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കുമോ? രാഷ്ട്രപതിമാരിൽ പല ബഹുമാന്യരെയും കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ചില ചിത്രങ്ങൾ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്, വിശേഷവിധിയായി നിൽക്കുന്നുണ്ട്, ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഈ ഒരു എളിമയുടെ പാഠം, മഹാപാഠം എന്ന് ഞാൻ പറയട്ടെ, മനസ്സിൽ പതിഞ്ഞത് APJ അബ്ദുൽ കലാമിൻ്റെ ഈ പ്രവൃത്തി വഴിയാണ്. അത് നിമിത്തം അദ്ദേഹത്തെ ഹൃദയത്തിൽ പൂജിച്ച് വെക്കുന്നതിന്, ആരാധിക്കുന്നതിന്, ആദർശ പുരുഷനായി സ്വീകരിക്കുന്നതിന് എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് APJ സ്മൃതികൾ ഓർത്ത് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സംഗീതം നമ്മളെല്ലാം ആകർഷിക്കുന്നതാണ്. കല ഈശ്വര ദത്തമാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. കലാകാരൻ്റെ ഹൃദയത്തിലും നാവിലും അല്ലെങ്കിൽ വിരൽത്തുമ്പിലും ഒക്കെ ഈശ്വരൻ അല്ലെങ്കിൽ സാക്ഷാൽ സരസ്വതി കളിയാടുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ വിശ്വാസമാണ് കലയ്ക്ക് ദേവസ്വരൂപം നൽകുന്നത്, ആദരണീയമാക്കുന്നത്, ആരാധ്യമാക്കുന്നത്. അപ്പോൾ കലയെ ആദരിക്കുന്നവർ കലാകാരന്മാരെയും ആദരിക്കും സ്വാഭാവികമായും. കലയുടെ ആ ഒരു അനുഗ്രഹം ഉള്ള മാന്യ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കലാദേവത തന്നെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്നത് പോലുള്ള ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവുമെന്നുള്ളത് തീർച്ച. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞകളിൽ ഒരാൾ എന്ന് പറയാൻ കഴിയും നിശ്ചയമായും ഡോക്ടർ MS സുബ്ബലക്ഷ്മി. MS എന്ന 2 അക്ഷരത്തിൽ ഒതുങ്ങുന്ന MS സുബ്ബലക്ഷ്മി ഇന്ത്യൻ സംഗീതത്തിൻ്റെ ചക്രവർത്തിനി എന്ന് നമുക്ക് പറയാം.
ഈ ചക്രവർത്തിനി ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഹാളിൽ, പാർലമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിലുള്ള ഓഡിറ്റോറിയത്തിൽ ഒരു സംഗീത കച്ചേരി നടത്തുന്നു. MS സുബ്ബലക്ഷ്മി തറയിലൊരു തടുക്ക് വിരിച്ച്, ഒരു പായ വിരിച്ച് അതിലിരുന്നു കൊണ്ടാണ് പാടുന്നത്. അങ്ങനെ MS സുബ്ബലക്ഷ്മി ആഗതയായി തറയിൽ അവർ ഇരുന്നു. അവർ സംഗീതം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് പെട്ടെന്ന് ഒരു വിശിഷ്ടാതിഥി അവിടേക്ക് കടന്നു വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി കടന്നു വന്ന ഉടനെ എല്ലാവരും എഴുന്നേറ്റു. MS സുബ്ബലക്ഷ്മി ഒഴിച്ച്. അവരത് അങ്ങനെ എഴുന്നേക്കാൻ സാധിക്കുന്ന സ്ഥിതിയിലല്ല, ഒരു സ്റ്റേജിൽ ചമ്പരം പടിഞ്ഞ് ഇരിക്കുകയാണ്. നെഹ്റുവിന് വേണ്ടി ഇരിക്കാൻ പെട്ടെന്ന് ഒരു ഇരിപ്പിടം, ആകസ്മികമായിട്ടായിരുന്നു ആഗമനം. പെട്ടെന്ന് നെഹ്റുവിന് ഇരിക്കാൻ വേണ്ടി വിശേഷപ്പെട്ട ഒരു കസേര സദസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടു. അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഈ കസേരയിലേക്ക് നെഹ്റുവിനെ നയിക്കാൻ ശ്രമിച്ചു. നെഹ്റു ചെയ്തത് എന്ത് എന്ന് നേരിട്ട് ഞാൻ കണ്ടില്ല, എങ്കിലും ചിത്രത്തിൽ കാണാൻ, ആ സന്ദർഭം വിവരിച്ച് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നെഹ്റു തറയിൽ ഇരുന്നു, കസേരയിൽ ഇരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത്ഭുതമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി തറയിലിരുന്ന ഒരു പാട്ട് കേൾക്കാൻ ഇരിക്കുന്നു. അവരിങ്ങനെ അത്ഭുതപ്പെട്ടു നെഹ്റുവിനെ നോക്കി. അവിശ്വസനീയമായ രീതിയിൽ ചില ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചപ്പോൾ ശാന്തനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കലാസ്നേഹിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇന്ത്യൻ സംഗീതത്തിൻ്റെ ചക്രവർത്തിനിയാണ്, ദ എംബറസ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ഈസ് ഓൺ ദ സ്റ്റേജ്. ഐ ആം ഒൺലി എ മിനിസ്റ്റർ. അവർ സംഗീതത്തിൻ്റെ ചക്രവർത്തിനിയാണ്, ഞാൻ കേവലം ഒരു മന്ത്രി, ഒരു സജീവൻ മാത്രമാണ്. ചക്രവർത്തിനി പാടുന്നു, ഒരു സജീവൻ തറയിലിരുന്ന് അത് കേൾക്കുന്നു. അത്ര മനോഹരമായ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് ആ സന്ദർഭത്തിന് നെഹ്റുവിൻ്റെ പ്രവൃത്തി ഒരുക്കി കൊടുത്തത് എന്ന് ഞാൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് കലാകാരന്മാരെ മാനിക്കേണ്ടത്, കലയെ ആദരിക്കേണ്ടത് എന്നുള്ളതിന് ഇതിൽ പരം ഒരു മഹാപാഠം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.